നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് രേവതി പൂമാല കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി അരികിൽ തന്നെയുണ്ട്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോ ചന്ദ്രപതി ചോദിച്ചു, എന്തിയടാ ശ്രുതി എന്തേന്ന് ചോദിച്ചു. അല്ലമ്മേ, അവൾ ഇവിടെ ഇല്ലേ? ഞാൻ അവളെ കണ്ടില്ല എന്ന് പറഞ്ഞു. കണ്ടില്ലേ? ചന്ദ്രമതിയുടെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഭാമ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു പക്ഷേ ഇനിയിപ്പൊ ശ്രുതിയെ ഡിവോഴ്സ് ചെയ്ത ശ്രുതി മലേഷ്യക്ക് എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും ചന്ദ്രന്ന്? അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ ചന്ദ്രയ്ക്ക് ആകെ സമാധാനക്കേടായതുകൊണ്ടാണ് ശ്രുതിയെ കുറിച്ച് അന്വേഷിക്കുന്നത്. അപ്പോഴേക്കും ചന്ദ്ര ചോദിച്ചു, നീ അവളെ വിളിച്ചു ചോദിച്ചില്ലേ? അവൾ എവിടെ എന്താന്ന് ചോദിച്ചില്ലേ? ഇല്ലമ്മേ, അമ്മ എന്നോട് പറഞ്ഞായിരുന്നല്ലോ അവളെ വിളിക്കരുതെന്ന്. അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. എടാ, ഞാൻ പറഞ്ഞല്ല, നീ അപ്പടെ അനുസരിച്ചോന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, പിന്നെ അതുപോലെ അനുസരിക്കുന്ന ഒരാൾ വന്നിരിക്കുന്നു. അതെ, അമ്മയോട് ചോദിച്ചിട്ടാണോ, അമ്മ പറഞ്ഞിട്ടാണോ അച്ഛൻ്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം അടിച്ചു മാറ്റിക്കൊണ്ടും പോയത്? പിന്നെ ആ തുക കിട്ടിക്കഴിഞ്ഞിട്ട് ആരോടും പറയാതെ ഷോപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അമ്മയോട് പറഞ്ഞിട്ടാണോ? അല്ലല്ലോ. ഇവൻ പറയുന്നൊക്കെ പച്ചക്കളോ, വിശ്വസിക്കല്ലമ്മ സച്ചി പറയാണ്. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, ഇല്ലമ്മേ, അമ്മ പറഞ്ഞ് ഞാൻ അനുസരിച്ചിട്ടുള്ളൂ, ഞാൻ അവളെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എങ്കിൽ വിളിക്കടാ. അത് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? വിളിച്ചു ചോദിക്കുക, അവൾ എവിടെയാന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ശ്രുതി വിളിക്കുവാണ്. ആ സമയം ശ്രുതി മീരയുടെ അടുത്താ. മീരയോട് സംസാരിക്കുന്ന സമയത്താണ് ശ്രുതിയുടെ കോള് വരുന്നത്. ദേ, അവനാണല്ലോ വിളിക്കണേ. ഇപ്പൊ ഞാൻ അങ്ങനെ കോൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. മീര പറഞ്ഞു, നീ കോൾ എടുക്ക. പിന്നെ കോൾ എടുത്ത് പോലും എന്നെ തല്ലുന്ന സമയത്ത് അവനത് നോക്കി നിൽക്കുമായിരുന്നു. ആന്റി എന്നെ തല്ലുന്ന സമയത്തൊന്ന് പിടിച്ചു മാറ്റി പോലില്ല ആന്റീനെ. എന്നിട്ടിപ്പൊ അവൻ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. കോൾ എടുക്കാതെ വന്നു കഴിഞ്ഞപ്പോ ശ്രുതിക്ക് ടെൻഷനായി. പെട്ടെന്ന് തന്നെ ചന്ദ്രയോട് പറഞ്ഞു, അമ്മേ, ശ്രുതി കോൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. കോൾ എടുക്കുന്നില്ലേ? ഇല്ല. എടാ, ഇനി നിങ്ങൾ തമ്മിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഞങ്ങൾ തമ്മിൽ വേറൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അല്ല, പിന്നെ എവിടെയായിരിക്കും? ഒരു പക്ഷേ പാർലറിലായിരിക്കും എന്ന് കരുതി പാർലറിലേക്ക് വിളിക്കുവാണ്. അവിടെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ എത്തിയിട്ടില്ലെന്നുള്ള കാര്യം അറിയണേ. അമ്മ അവിടെയും ചെന്നിട്ടില്ല. ചെന്നിട്ടില്ലേ? അപ്പോഴേക്ക് സച്ചി രേവതിയോട് പറഞ്ഞു, രേവതി, ഈ ഭർത്താക്കന്മാര് പിണങ്ങി പോയിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ നിന്ന് പിണങ്ങിപ്പോയാൽ അവര് വല്ല ബാറിലും പോയിരിക്കും. അങ്ങനെ അടിച്ച് ഫിനിഷ് ചെയ്ത് അവിടെ ഇരിക്കത്തുള്ളൂ. പക്ഷെ ഭാര്യമാരാണ് എന്നെ ചെയ്യും, അവര് സ്വന്തം വീട്ടിലേക്ക് പോകും. അമ്മയുടെ അടുത്തേക്കില്ലും. അമ്മയുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് പോലും സംസാരിക്കും. ഒരു പക്ഷെ ഇവിടെ അതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കുമോ? അപ്പോഴേക്കും രേവതി പറഞ്ഞു, അതിന് ശ്രുതിയുടെ അച്ഛനൊന്നും ഇവിടെ അല്ലല്ലോ, മലേഷ്യയിലല്ലേന്ന് ചോദിച്ചു. പോരാത്തന അമ്മയില്ലല്ലോ. അത് ശരിയാ, എന്നാലും മലേഷ്യക്ക് പോയി കാണുമോ? സച്ചേട്ടാ, അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റുന്ന സ്ഥലമാണോ മലേഷ്യ? അല്ലല്ലേ. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് മീര അടുത്ത് പോയി കാണുന്ന. ശ്രുതിയുടെ ഫ്രണ്ടല്ലേ മീര, അവിടെ ചിലപ്പോൾ കാണുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, അത് ശരിയാ. അപ്പോഴാണ് ശ്രുതിക്ക് ആ ബോധം ഉണ്ടാകുന്നത്. ശ്രുതി പെട്ടെന്ന് ചന്ദ്രയോട് പറഞ്ഞു, മിക്കവാറും മീരയുടെ അടുത്ത് കാണും, ഞാൻ അവളെ ഒന്ന് വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ മീരയെ വിളിക്കുകയാണ്. ആ സമയത്ത് മീര ശ്രുതിയോട് പറഞ്ഞു, ദേ ശ്രുതി എന്നെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നീ കോൾ എടുക്കണ്ട. കോൾ എടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവന് സംശയം തോന്നത്തില്ലേ? നമ്മൾ രണ്ടുപേരും ഒത്തോണ്ടാന്ന് തോന്നത്തില്ലേ? ഞാൻ കോൾ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ കോൾ എടുത്തിട്ട് പറഞ്ഞു, അതെ, ശ്രുതി ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രുതി ചോദിച്ചു, അതിന് ഞാൻ ശ്രുതിയെക്കുറിച്ച് ചോദിച്ചില്ലോ, പിന്നെ നീ എന്താ പെട്ടെന്ന് പറഞ്ഞേ? അല്ല, നീ വിളിക്കുന്ന അതിനാന്നറിയാം ശ്രുതി, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, അല്ല, അവൾ എവിടെ എങ്ങനെയാന്ന് വല്ല അറിയാവോ? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അറിയില്ല എന്ന് പറയാനായിട്ടാണ് ശ്രുതി പറഞ്ഞത്. അല്ല, എന്തായാലും ഞാൻ ശ്രുതി പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. ഒരു കാര്യം പറഞ്ഞേക്ക, അമ്മ പറഞ്ഞു അവളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞെന്ന്. അവിടേക്ക് വരാനായിട്ടോ? അതെ, അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞെന്ന്. ആന്റി പറഞ്ഞിട്ടാണല്ലോ അല്ലേ? അതെ, പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതി കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തിനും ശ്രുതിയോട് മീര പറഞ്ഞു, നിന്നോട് അങ്ങോട്ട് ചെല്ലാനായിട്ട്. എന്നോടോ? അതെ. എടി, നിനക്കിപ്പൊ കിട്ടിയ ചാൻസ് ആയത്, നീ ഇത് പാഴാക്കരുത്. അറിയാലോ, എങ്ങാനും നീ അവിടേക്ക് പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് അവിടെ വിലയും കാണത്തില്ല. പിന്നെ നീ ആ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഇറങ്ങേണ്ടതായിട്ട് വരും. ശ്രുതിയുടെ അമ്മയുടെ സ്വഭാവം അറിയാലോ, അവർക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അവരെന്തൊക്കെ പ്രവർത്തിക്കുന്ന അറിയത്തില്ല. പിന്നെ നിനക്ക് ആ വീട്ടിൽ നിലനിൽപ്പുണ്ടാകത്തില്ല. ഞാൻ നോക്കിയിട്ട് നിനക്കായിട്ട് കിട്ടിയ നല്ലൊരു അവസരമാണ് തിരികെ പോവാനായിട്ട്. നീ ഇത് നന്നായിട്ട് വിനിയോഗിക്കണമെന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അപ്പോഴേക്കും മീര പറഞ്ഞു, ഈ പറയുന്ന ശ്രുതിയുടെ അമ്മ പറയുന്ന അപ്പടി ശ്രുതി അനുസരിക്കും. ഇപ്പൊ തന്നെ ഒരു നിസ്സാര കാര്യം വന്നു കഴിഞ്ഞപ്പോ കണ്ടില്ലേ? രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ പരിപാടി നടത്തിയെങ്കിലും ശ്രുതി നൈസായിട്ട് നിന്നെ തേച്ചില്ലേ? അവൻ എസ്കേപ്പ് ആയി നിന്നില്ലേ? അപ്പൊ അതുപോലെ ആയിരിക്കും ഭാവിയിലും. അപ്പൊ അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കി ഇന്നലെ പണി കിട്ടും. നീ നിന്റെ അമ്മായിമ്മനെ സോപ്പിട്ട് നിർത്താൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാനും ഇനി ആ രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നുള്ളൂ. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് അങ്ങോട്ടേക്ക് പോകണം. ശ്രുതിയുടെ അമ്മയെ കയ്യിലെടുക്കണം.
എങ്ങനെയെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. എങ്കിൽ സമയം കളയണ്ട, നീ പെട്ടെന്ന് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ശ്രുതി വീട്ടിലേക്ക് പോരുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ രേവതി, സച്ചിൻ, ശ്രീകാന്ത് വർഷം എല്ലാവരും സംസാരിക്കുകയാണ്. ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു, അല്ല ഇനിയിപ്പോൾ ശ്രുതി അടുത്ത് ഇങ്ങോട്ടേക്ക് വരത്തില്ലെന്ന് ചോദിച്ചു. സച്ചി പറഞ്ഞു, വരാതെ എവിടെ പോകാനായിട്ടാ, ഇങ്ങോട്ടേക്ക് തന്നെ വരും. ചിലപ്പോഴേ വരാനുള്ളൊരു നാണക്കേട് കാണും, നമ്മുടെ മുഖത്ത് നോക്കാനുള്ള നാണക്കേട് കാരണം എവിടെയോ ഭമ്മി ഇരിക്കുക, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് പുറത്തൊരു ഓട്ടോറിക്ഷ വന്നിരുന്നു. അതിനകത്തുനിന്ന് ശ്രുതി ഇറങ്ങി വരുവാണ്. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, ദേ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതി അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ചോദിച്ചു, ശ്രുതി നീ ഇത് എവിടെ പോയതായിരുന്നു ചോദിച്ചു. അല്ലച്ചാ അത് പിന്നെ അതെ കുടുംബമാകുമ്പോൾ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് തോന്നിയാസം ഇറങ്ങി പോവുകയാണോ ചെയ്യണ്ടേ. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, അച്ഛ ശ്രുതിയെ വഴക്ക് പറയണ്ട, അമ്മ തല്ലേൻ്റെ വിഷമത്തിൽ അവൾ പോയതാന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു, അതൊന്നും പ്രശ്നമില്ല എനിക്ക്, കാരണം അമ്മയ്ക്ക് എന്നെ തല്ലാനുള്ള അധികാര അവകാശമൊക്കെ ഉണ്ടല്ലോ. അത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, ഇപ്പോഴെങ്കിലും നീ എന്നെ അംഗീകരിച്ചല്ലോ, അമ്മയാന്ന് നിനക്ക് തോന്നിയില്ലോ, ഇതിനു മുമ്പ് നിനക്ക് അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അല്ലമ്മേ അത് പിന്നെ എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഓടി വന്ന് ചന്ദ്രമതിയുടെ കാലിലേക്ക് വീഴുവാണ്. അപ്പോഴേക്കും ശ്രുതിയും കൂടെ വന്നു. ശ്രുതിയും വന്ന് കാലിൽ വീണു. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, അതെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അതൊക്കെ പറഞ്ഞു തീർക്കണം, അല്ലാതെ അതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വാക്ക് തർക്കം ഉണ്ടാവുമോ ഇറങ്ങിപ്പോവല്ലേ ചെയ്യണ്ടേ. നിങ്ങൾ രണ്ടുപേരും ചെയ്ത ശരിയായിട്ടുള്ള കാര്യമല്ല, ചെയ്യാൻ പാടില്ലാത്ത കാര്യം നിങ്ങൾ ചെയ്തേ. ഇങ്ങനെയല്ല ഒരു കുടുംബത്തിൽ ഒന്നിച്ച് ജീവിക്കണ സമയത്ത് കാണിക്കേണ്ടിയിരുന്നേ. ശ്രുതി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റാന്ന് ശ്രുതി നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. തിരിച്ചു അതുപോലെ തന്നെയാണ്. അതിന് പകരം രണ്ടുപേരും കൂടെ ചേർന്നൊരു തെറ്റ് ചെയ്യുക, പിന്നെ കള്ളത്തരം പിടിക്കപ്പെട്ടെന്ന് അറിയുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാനും ടേലോടിയിലേക്ക് തോന്നിയ ദിവസം ഇറങ്ങിപ്പോവുക, അതൊന്നും ഒരു കുടുംബത്തിൽ ചേരുന്ന പെൺകുട്ടികൾക്ക് ചേരുന്ന കാര്യമില്ല എന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, അച്ഛാ അത് പിന്നെ ഞങ്ങളോട് ക്ഷമിക്കുക, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാന്ന് പറഞ്ഞു. ആ സമയം ചന്ദ്രമതി പറഞ്ഞു, മതി മതി ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് നിങ്ങളോട് അത്ര സ്നേഹവും വിശ്വാസമായിരുന്നു. നിങ്ങളുടെ എല്ലാ കള്ളത്തരത്തിനും തന്നെ ഞാൻ ഒരുമാതിരി എല്ലാം കൂട്ടു നിന്നിട്ടുള്ളല്ലേ, ഇതിനു മുമ്പ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഈ കാര്യം മാത്രം നിങ്ങൾ എന്നോട് പറഞ്ഞില്ല. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഒരു വാക്കെങ്കിലും എന്നോട് പറയായിരുന്നു. നിങ്ങൾ പെണ്ണ് എന്തിനാ മറച്ചു വെച്ചതെന്ന് ചോദിച്ചു. ശ്രുതി പറഞ്ഞു, പോട്ടമ്മേ സോറി, ഞങ്ങൾക്ക് ഒരബദ്ധം പറ്റിപ്പോയതാ, ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. ഇനി ഉണ്ടായിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ രണ്ടുപേരും ഈ വീട്ടിൽ കാണത്തില്ല, ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞു. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, നാട്ടാമ്മയുടെ തീരുമാനം വന്നു, എന്താണ് കാര്യങ്ങളൊക്കെ സോൾവായി, പക്ഷേ വേറൊരു വലിയ പ്രശ്നം ഇനി കിടപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, അതെന്താടാന്ന് ചോദിച്ചു. അതാണ് ഇന്നത്തെ പ്രശ്നം. ചന്ദ്രമതി പറഞ്ഞു, എനിക്കിപ്പോൾ മനസ്സിലായി രവിയേട്ടാ, രവിയേട്ടൻ്റെ പണം ഉപയോഗിച്ചല്ലേ ശ്രുതി ഷോപ്പ് അടങ്ങിയിരിക്കുന്നത്, മിക്കവാറും ഇവൻ അതിൻ്റെ ഷെയർ വേണമായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, എനിക്കാരുടെ ഷെയർ ഒന്നും വേണ്ട. എടാ ശ്രീകാന്തെ നിനക്ക് വേണോന്ന് ചോദിച്ചു. എനിക്ക് അച്ഛൻ്റെ ഷെയർ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. കണ്ടോ, എനിക്കും അവനും വേണ്ട, പക്ഷെ അങ്ങനെയല്ല, അങ്ങനെ ഒരുത്തം മാത്രമേ സൂചിച്ച് ഇതും കൊണ്ട് പോയിട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അച്ഛാ അച്ഛൻ്റെ പണമല്ലേ അവൻ എടുത്തോണ്ട് പോയത്, അതുകൊണ്ടല്ലേ ഷോപ്പ് തുടങ്ങിയെന്ന് വെച്ചു. അതെ അങ്ങനെയാണ്, ഒരു കാര്യം ചെയ്യാം, ഇനി മുതൽ അച്ഛൻ വേണം കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാനെന്ന്. ശ്രുതിയും ഞെട്ടിപ്പോയി. അച്ഛനോ? അതേടാ അച്ഛന് കാര്യങ്ങൾ നോക്കട്ടെ. അത് വേണോ? അതിൻ്റെ ആവശ്യമില്ല, ഞാൻ കടയിൽ നിൽക്കുന്നുണ്ടല്ലോ. വേണ്ട, നീ കടയിൽ നിൽക്കേണ്ട, അല്ലെങ്കിൽ അച്ഛൻ തന്നെ മാനേജർ കസേര ഇരുന്നോട്ടെ, നീ തൊഴിലാളിയായിട്ട് നിന്നാൽ മതി. എങ്ങനെയുണ്ട്? ശ്രുതിക്കും അടി കിട്ടിയ പോലെയായി. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട അച്ഛാ, അച്ഛൻ അങ്ങോട്ട് സമ്മതിക്കുക. ദേ അമ്മ പോലും ഒന്നും മിണ്ടുന്നില്ല, ചന്ദ്രമതിക്കുള്ളിൽ ദേഷ്യം ഉണ്ടെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? രവീന്ദ്രൻ പറഞ്ഞു, അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോടാ മോനെ, വേണം അച്ഛാന്ന് പറഞ്ഞു. എന്നാണ് വെച്ചാൽ ചെയ്യുക, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് രവീന്ദ്രൻ പോയി കഴിഞ്ഞപ്പം വർഷയ്ക്ക് ശ്രീകാന്തിനും സച്ചിക്ക് രേവതിക്കും ഒക്കെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.